മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക കണ്ടെത്തൽ. മനുഷ്യാസ്ഥി എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തി. പ്രതി സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തുള്ള വീട്ടിൽ തെളിവെടുപ്പ് തുടരുകയാണ്. കുളം വറ്റിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, ഈ കിട്ടിയ വസ്തു മനുഷ്യന്റെ അസ്ഥി തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിവരും. എന്നാൽ കൂടിയും പ്രാഥമികമായി അങ്ങനെ സംശയങ്ങളുണ്ടോ? മനുഷ്യാസ്ഥി തന്നെയാണോ? ഒപ്പം ഈ കുളം വറ്റിക്കണം, അവിടെ ടൈൽസ് ഇട്ടുണ്ട്, ടൈൽസ് പൊളിച്ചു നീക്കണം, അങ്ങനെ ഭയങ്കരമായ ദുരൂഹതകൾ അവിടെ ആകെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഷൈജു കേൾക്കുന്നുണ്ടോ? ഷൈജു, സൈഫുദ്ദീൻ, ഇപ്പോൾ ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 1 മണിക്ക് ആരംഭിച്ച തെളിവെടുപ്പാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള പരിശോധനകൾ ആണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നേരത്തെ കുഴിയെടുത്തിരുന്ന, അതായത് ആദ്യം അസ്ഥികൂടം കണ്ടിരുന്ന അതേ സ്ഥലത്തിന് സമീപത്താണ് ആദ്യം കുഴിയെടുത്തത്. ആ കുഴി എടുത്തപ്പോൾ അവിടെ ഒരു അസ്ഥിക്ക് സമാനമായ ഒരു വസ്തു ലഭിച്ചിരുന്നു. അത് പരിശോധനയ്ക്കായി മാറ്റി. അതേപോലത്തെ ചില വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കുഴി എടുക്കുന്നത്. ഈ സെബാസ്റ്റ്യൻ കാണിച്ചു കൊടുക്കുന്നതും പോലീസിന് സംശയം തോന്നുന്നതുമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. കുഴി എടുക്കുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഈ കുളം വറ്റിച്ച് അത് പരിശോധിക്കുന്നു. അത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ വലിയ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഈ കുളം വറ്റിക്കുന്നത്. കുളം വറ്റിച്ച് അതിനകത്ത് നിന്ന് ഈ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിട്ട് അത് പരിശോധിച്ച് അതിൽ നിന്ന് ചില സാമ്പിളുകൾ ശേഖരിക്കുക. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ആണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് അതിസങ്കീർണമാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നത്. കാരണം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഭൂരിഭാഗം സ്ഥലവും ഇപ്പോൾ കാട് വെട്ടിത്തെളിച്ച് അത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ സ്ഥലം കുഴിയെടുക്കുന്നു. ആ കുഴിയെടുക്കുന്നതിന് ലഭിക്കുന്ന ആ വസ്തുക്കൾ ശേഖരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ചേർത്തല തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ സംയുക്ത സേന ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു തെളിവെടുപ്പാണ് പുരോഗമിക്കുന്നത്. നേരത്തെ കുഴിയെടുത്തിരുന്ന ആ സ്ഥലത്തിനൊപ്പം അതിന് തൊട്ടടുത്ത പരിസരത്തും തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ ഭാഗത്താണ് ഒരു കുളമുള്ളത്. ആ കുളം അത്യാവശ്യം വലിയ കുളമാണ്. ആ കുളത്തിൽ മീൻ വളർത്തിയിരുന്നു എന്ന ഒരു മൊഴി ലഭിച്ചിട്ടും ഉണ്ട്. അത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കുളം വിശദമായി പരിശോധിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. മാധ്യമങ്ങളെ ദൂരേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് പരിശോധനയെങ്കിലും ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ അത് കാണിക്കാൻ കഴിയുന്നു എന്നതാണ്. കാരണം ആദ്യത്തെ ഒരു കുളം വറ്റിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ് അത് അതിനകത്ത് JCB ഇറക്കിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി കുഴിയെടുക്കുന്ന രീതിയും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരിശോധന നടക്കുന്നു. ഈ 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ പരിശോധന പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ വീട് തുറന്ന് പരിശോധിക്കണം. അതോ ഈ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് പൊളിച്ച് നോക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ പരിശോധന തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സൈഫുദ്ദീൻ.